ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ജർമ്മൻ ആൽഫബറ്റും അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്നുള്ളതാണ്. ജർമ്മൻ എന്താണെന്നൊരു ഐഡിയയില്ലാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ജർമ്മൻ ലാംഗ്വേജിൽ A1, A2, B1, B2 ഈ ലെവലുകളാണുള്ളത്. ഈ ലെവൽ പാസ്സായാലേ ജർമ്മനി ഹൗസ് ബിൽഡും ചെയ്യത്തുള്ളൂ. ഇതിൽ 4 മൊഡ്യൂളാണുള്ളത്. ലേസൺ, ഹിയറിൻ, ഷ്രൈബൻ, സ്പ്രഷൻ. ഓരോ മൊഡ്യൂളിനും 60 മാർക്സെങ്കിലും ഉണ്ടായിരിക്കണം. അതാണ് പാസ് മാർക്ക്. വലിച്ചു നീട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ജർമ്മൻ ആൽഫബറ്റ്സിനെ ജർമ്മനിയിൽ ഡോയ്ഷ് ബുസ്റ്റാവൻ എന്നാണ് പറയുക. ജർമ്മൻ ആൽഫബറ്റ്സിൽ 26 ആൽഫബറ്റ്സാണുള്ളത്. ഇംഗ്ലീഷിലെ പോലെ തന്നെ, എന്നാൽ പ്രൊനൗൺസ് ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. ഇതുകൂടാതെ 4 ആൽഫബറ്റ്സും കൂടി വരുന്നുണ്ട്. അതിനെ ഉംലൗട്ട്സ് എന്ന് വിളിക്കും. ആൽഫബറ്റ്സിനെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എ, ആ, ബി, ബേ, സി, സേ, D, D, E, A, F, F, G, G, H, H, I, E, J, J, K, K, L, L, M, M, N, N, O, O. അടുത്തത് നമുക്ക് നോക്കാം. P, P, Q, Q, R, R, S, S, T, T, U, U, V, V, W, V, X, X, Y, Y, Z, Z. അടുത്തതായി നമുക്ക് ഉംലോട്ട്സ് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് നമുക്ക് പഠിക്കാം. എ ഉംലോട്ടിനെ എ എന്നാണ് ഉച്ചരിക്കുക. ഇതിന് എക്സാമ്പിൾ ബെയർ, ബെയർ, ജർമ്മൻ വാക്ക് ബെയർ, അതിൻ്റെ അർത്ഥം ബിയർ. യു ഉംലോട്ടിനെ യു, എക്സാമ്പിൾ ഫ്യൂൻഫ്, ഫ്യൂൻഫിൻ്റെ അർത്ഥം 5. ഓ ഉംലോട്ടിനെ യോ, യോൽ, അർത്ഥം ഓയിൽ. ഇനി എസെറ്റ്, അതൊരു ഉംലോട്ടില്ല, എസെറ്റാണ്, അതിനെ എസെറ്റ് എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ സൗണ്ട് ഇസ് എന്ന സൗണ്ടാണ്. ഇതിന് എക്സാമ്പിൾ ഫുസ്, ഫുസ്സിന് അർത്ഥം ഫുട്ട്, കാൽപാദം. അപ്പം ഇത് ഞാൻ തന്നിരിക്കുന്ന വേർഡ് മീനിങ്സും കൂടി പഠിച്ചു പോവുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സംശയമുള്ളത് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. പിന്നെ ഇതെൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണോ ജർമ്മൻ പഠിപ്പിക്കുക അതുപോലെയായിരിക്കും ഞാൻ നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടായിരിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.